ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിൽ വന്നിട്ടുള്ള എക്സ്പോ കാണാനാണ്. അത് താജ്മഹൽ എക്സ്പോ ആയിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അന്നു ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ട്. അകത്ത് കയറിയ സമയത്ത് നല്ല ഭംഗിയായിരുന്നു ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ആ ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷനും പിന്നെ ഈവനിങ് ആയിട്ടുള്ള സൺസെറ്റും മൊത്തത്തിൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഫസ്റ്റ് വ്യൂവിൽ വരുന്നതാണ് ഇതെല്ലാം കുറേ മൃഗങ്ങൾ വെച്ചിട്ടുള്ള മൃഗങ്ങളുടെ കുറേ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നു കുറച്ച് ഹാപ്പി ആയിട്ടുണ്ടായി അതെല്ലാം കണ്ട സമയത്ത്. പിന്നെ ഇതേക്ക് ഈ കാണുന്ന ഊഞ്ഞാലിരുന്ന് ആടി, അവരും ആടി ഞങ്ങളും ആടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഈ ഒരു സ്പോട്ടിലേക്കാണ്. കുറേ പക്ഷികളുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പലതിൻ്റെയും പേരറിയില്ല. അന്നു ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്തെല്ലാമാണ് സംഭവങ്ങളെന്ന്. നല്ല രീതിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഈ ഒരു സെക്ഷനിലോട്ടാണ്. പണ്ടത്തെ കുറേ മിഠായികൾ, 90s കിഡ്സിന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണത്. പിന്നെ കുറേ ബുക്സ്, പിന്നെ ഇതേപോലത്തെ കുട്ടി കുട്ടി ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ട് എത്തി. പുറത്ത് നല്ല ചൂടായത് കാരണം തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര ദാഹമാണ് ഗൈസ്. 3 ബദാം മിൽക്കും ഒരു ഗ്രീൻ ആപ്പിളും പിന്നെ ഈ ഒരു സ്വീറ്റ് പോപ്കോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സെക്ഷനിലോട്ട് എത്തി. ഊഞ്ഞാൽ, തോണി, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒന്നിൽ കയറിയൊന്നുമില്ല. ഈ ലൈറ്റ്സും കാര്യങ്ങളും അന്ന് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ ഒരു ഹൈഡ്രജൻ നിറച്ചിട്ടുള്ള ബലൂൺ അനുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നത് വെച്ചിട്ട് കുറച്ച് നേരം കളിച്ചു, അമ്മ കളിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദ സാഡ് ട്രൂത്ത് ഈസ് എക്സ്പോ തീർന്നു ഗൈസ്. 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഇതൊരു വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊരു വേർത്ത് അല്ല എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പ്ലാന് അന്നുവിന് ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു കോട്ടയ്ക്കൽ പോപ്പീസിലാണ് എത്തിയിട്ടുള്ളത്. കുറേ വണ്ടികൾ നോക്കി, പക്ഷേ ഓരോരോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുവിനെ ഇരുത്തിക്കൊണ്ട്. അവൻ നല്ല ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നോക്കി, പിന്നെ ഈ ഒരു പിങ്ക് നോക്കി. ലാസ്റ്റ് ഞങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തു. അത് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം ഗൈസ്. പിന്നെ അമ്മ വണ്ടി കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓട്ടോ വിളിച്ചു. ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.